പാലിയേക്കര ടോൾ പിരിവ്, ടോൾ നിരക്ക് വർധനവ് തുടങ്ങിയ വിഷയങ്ങളിൽ ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവ് പറയുമെന്ന് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ഭാരവാഹികളായ ടി.ജി. അജോ, ജോയ് നെല്ലിശ്ശേരി എന്നിവർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് സമിതിയുടെ ദേശീയപാതയിൽ സുഗമമായ യാത്ര നടക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സമിതിയുടെ മേൽനോട്ടം ഉൾപ്പെടെയുള്ള നിബന്ധനകളോടെയായിരിക്കും ടോൾ പിരിവ് തുടരാനുള്ള ഉത്തരവുണ്ടാവുക. ചാർജ് വർധനവിനെതിരെ ഏകലവ്യ കലാകായിക സമിതി നൽകിയ WPC 18735/2025 നമ്പർ കേസിൽ NHAI അധികൃതരോട് വർധനവിന്റെ ഉത്തരവ് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. വാദം കേട്ടതിനുശേഷം ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ബെഞ്ച് തിങ്കളാഴ്ച തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഏകലവ്യ പ്രവർത്തകരായ അജോ ടി.ജിയും ജോയ് നെല്ലിശ്ശേരിയും പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ടോളുമായി ബന്ധപ്പെട്ട കേസിൽ ഏകലവ്യ കലാകായിക സമിതി കേസിൽ കക്ഷിയാണ്. കേസ് 2 ദിവസം മുന്നേ കോടതി പരിഗണിച്ചപ്പോൾ ടോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏകലവ്യ കലാകായിക സമിതി 12 ഇന കംപ്ലൈൻറ്റ് കളക്ടർക്ക് സമർപ്പിക്കുകയും കളക്ടർ അത് ഹൈക്കോടതിയിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇന്ന് ബെഞ്ചിൽ കേസ് വരികയും ഈ ഡ്രെയിനേജുകൾ, കാനകളുടെ പണികൾ ഇതേ അവസ്ഥകളാണ്. പകുതിയിൽ കാനകൾ നിർത്തിപ്പോയേക്കാണ്. അപ്പോൾ ഇതിലെ വെള്ളങ്ങളെല്ലാം നിറഞ്ഞ് ഈ റോട്ടിലേക്ക് ഒഴുകി മഴ പെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഡ്രെയിനേജുകൾ ഇങ്ങനെ അവസാനിക്കുന്ന അവസ്ഥകളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള ഈ കാന ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. ഈ കാനയിലെ വെള്ളവും അഴുക്ക് വെള്ളവും ഗാന്ധിനഗറിലുള്ള PWD റോഡിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ പോകുന്ന കാൽനട യാത്രക്കാർക്കും മറ്റു യാത്രക്കാർക്കൊക്കെ തന്നെ അത് അപകടമുണ്ടാക്കുന്നതാണ്. കൊടകരയിലെ മേൽപ്പാലത്തിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ മേൽപ്പാലം ഇറങ്ങുന്ന സ്ഥലത്ത് വലിയ ഗർത്തമുള്ളതിൻ്റെ ഭാഗമായി അവിടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിലൂടെ തെറിക്കുന്ന വെള്ളം സർവീസിലൂടെ പോകുന്ന ഈ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും ഏറെ ശല്യമുള്ളതാണ്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയുടെ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുക, കൊടകര ഗാന്ധിനഗർ പരിസരത്തെ അഴുക്കുചാലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക, പേരാമ്പ്രയിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ച സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന റോഡ് ശാസ്ത്രീയമായി ടാർ ചെയ്യുക, ദേശീയപാതയോരത്തുള്ള കാനകളുടെ മുകളിലിട്ടിരിക്കുന്ന സ്ലാബുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക, ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്ന് പ്രദേശത്ത് സർവീസ് റോഡുകൾ നിർമ്മാണം പൂർത്തീകരിക്കാനും വഴിവിളക്കുകൾ സ്ഥാപിക്കാനും വേണ്ടി ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അനൂപ് വി നായർ ഏകലവ്യ കലാകായിക സമിതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി.